Hi everyone, this is me, Casac Benjali. ഒരിക്കൽ കൂടി മറ്റൊരു ബിസിനസ് റിലേറ്റഡ് വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ സംരംഭകനാണെങ്കിൽ നിങ്ങൾ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നു, നിങ്ങൾ പലതരത്തിലുള്ള കച്ചവടങ്ങളോ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതെന്താണെന്നറിയോ? നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീം വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹൈ പെർഫോമിംഗ് ടീം ആയിരിക്കണം. കാരണം മിക്ക ആളുകളുടെയും സംരംഭകരുടെയും ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് കൂടെയുള്ള ടീം അംഗങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യയിലൊക്കെ ഞാൻ ഒത്തിരി സംരംഭകരുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് അവരുടെ പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ്, കോച്ചിങ്, കൺസൾട്ടിങ്, ഞങ്ങളുടെ സർവീസുകൾ പലതുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരെല്ലാവരും പറയുന്ന കാര്യം ടീം. നല്ലയാളെ കിട്ടാനില്ല, കിട്ടിയവന്മാർ പണിയെടുക്കുന്നില്ല, മര്യാദക്ക് പ്രൊഡക്ടിവിറ്റി ഇല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു ഹൈ പെർഫോമിംഗ് ടീംസിനെ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം? അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ 8 ക്യാരക്ടറിസ്റ്റിക്സുകളാണ്, അതോടൊപ്പം 8 സ്ട്രാറ്റജികളാണ് പറയുന്നത് ഒരു ഹൈ പെർഫോമിംഗ് ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ ആവശ്യമായി. നമ്പർ 1, they have clear goals and tied closely to organizational and team goals or team priorities. ഇതാണ് ഒന്നാമത്തത്. അതിന്റെ മലയാളം പറയാം, ഓർഗനൈസേഷന് വളരെ കൃത്യമായിട്ടുള്ളൊരു ഗോൾ ഉണ്ടാവും. കാരണം ലക്ഷ്യമില്ലാതെ, ഗോളില്ലാത്ത, ക്ലിയർ ഡിഫൈൻഡ് ആയിട്ടുള്ള മിഷനും വിഷനും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ വിജയിക്കണമെങ്കിലും ടീമിന്റെ പെർഫോമൻസ് ഉണ്ടാകണമെങ്കിലും ഈ ഓർഗനൈസേഷന്റെ വിഷനും മിഷനും ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കൊരു ഗോളും ഇല്ല, നിങ്ങൾ എന്തിനു കച്ചവടം ചെയ്യുന്നു? രാവിലെ ഷോപ്പ് തുറക്കുന്നു, വൈകുന്നേരം അടയ്ക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നു എന്നതിനും അപ്പുറത്ത് എന്തിനു ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ ടാർഗറ്റ്? നെക്സ്റ്റ് 1 ഇയർ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നെക്സ്റ്റ് 5 ഇയർ നിങ്ങളുടെ ടേൺ ഓവർ എത്രയായിരിക്കണം? നിങ്ങളുടെ ടീം സൈസ് എത്രയായിരിക്കണം? നിങ്ങളുടെ ഓപ്പറേഷൻ എത്ര സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്തിരിക്കണം? നിങ്ങളുടെ മാർക്കറ്റ് സൈസ് എത്രയായിരിക്കണം? നിങ്ങൾ എവിടേക്കാണ് പുതിയ പുതിയ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്? എവിടെയാണ് നിങ്ങൾ പുതുതായിട്ട് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്? ഓൺലൈനിലേക്ക് സ്വിച്ച് ചെയ്യുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വിഷനും മിഷനും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ടീം ഹൈ പെർഫോമിംഗ് ആവുകയുള്ളൂ. മാത്രമല്ല, അത് ഉണ്ടായാൽ മാത്രം പോരാ, നിങ്ങളുടെ വിഷനും നിങ്ങളുടെ മിഷനും ഓർഗനൈസേഷന്റെ എല്ലാ ആക്ടിവിറ്റിയിലേക്കും അതിനെ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അലൈൻ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ടീം മെമ്പറുടെയും ടീം ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഓർഗനൈസേഷന്റെ വിഷനെയും മിഷനെയും നിങ്ങൾ അതിലേക്ക് അലൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീമിന് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമത് നിങ്ങൾക്കൊരു വിഷനും മിഷനും ഉണ്ടായിരിക്കണം. ഉള്ള വിഷനെയും മിഷനെയും നിങ്ങളുടെ ഓർഗനൈസേഷന്റെ എല്ലാ ആക്ടിവിറ്റിയിലേക്കും ടീം ആക്ടിവിറ്റിയിലേക്കും അലൈൻ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള പ്രയോറിറ്റൈസേഷനിലേക്ക് കൊണ്ടുവരണം. ഇത്തിരി ആക്ടിവിറ്റി ഉണ്ട്, കാരണം അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രയോറിറ്റൈസ്ഡ് ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം, മിഷനും വിഷനും എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാൻ സഹായിക്കുന്ന ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അത് വളരെ പ്രധാനമാണ്. കാരണം ഗോള് മാത്രം അലൈൻ ചെയ്താൽ പോരാ, അതിന് ക്ലിയർലി ഡിഫൈൻ ചെയ്ത് ചെയ്യുന്ന ഓരോ മെമ്പറും ചെയ്യുന്ന ഓരോ കാര്യം, ഓരോ ഡെയിലി ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യം ഓർഗനൈസേഷന്റെ വിഷനിലേക്കും മിഷനിലേക്കും എത്താൻ സഹായിക്കുന്നതായിരിക്കണം. അങ്ങനെ ഒരു സ്ട്രക്ചർ, ഒരു KRയും KPയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തതാണ്, ദേ അണ്ടർസ്റ്റാൻഡ് ഹൗ ദെയർ വർക്ക്സ് ഫിറ്റ് ഇൻ ടു ദ ഓർഗനൈസേഷണൽ മിഷൻ. അതായത് ഒരു എംപ്ലോയിക്ക് അറിയാം ഞാൻ ചെയ്യുന്ന കാര്യം ഇത് എൻ്റെ ജോലി എന്നതിനും അപ്പുറത്ത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓർഗനൈസേഷന്റെ ലോങ് ടൈം, ഷോർട്ട് ടൈം ആയിട്ടുള്ള മിഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വെറുതെ ചെയ്യുന്നതല്ല, ഇതെൻ്റെ സമയം കളയാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഇതെൻ്റെ സാലറിക്ക് വേണ്ടി ചെയ്യുന്നതല്ല. സാലറി കിട്ടിയിരിക്കണം, പക്ഷേ ഞാൻ സാലറിക്ക് ചെയ്യുന്നത് മാത്രമല്ല, ഇതിനും അപ്പുറത്ത് ഓർഗനൈസേഷന്റെ മിഷനിലേക്കുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ ആണിത്. അതുകൊണ്ട് തന്നെ ഇത് പെർഫെക്റ്റ് ആയിരിക്കണം, ഇത് സൂപ്പർ ആയിരിക്കണം എന്നുള്ള ബോധ്യം ഒരു ടീം പ്ലെയർക്ക് ഉണ്ടായിരിക്കും. അതുണ്ടാകുന്ന രീതിയിൽ അതിലേക്ക് അലൈൻ ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് ബിൽഡ് ചെയ്ത് ഒരു മോറൽ ടീമാക്കി മാറ്റുമ്പോഴാണ് ഈ ഹൈ പെർഫോമിംഗ് ക്വാളിറ്റി വരുന്നത്. സോ നമ്പർ 3, they have defined role and responsibilities. നിങ്ങൾ ഒരു സംരംഭകനാണെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങളുടെ JD എന്താണ്? നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണ്? നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്? നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ ഉത്തരവാദിത്തം കൃത്യമായിട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ട് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ടീം അംഗങ്ങളുടേത് ആരാണ് ഡിഫൈൻ ചെയ്യുക? അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ 10 പേരുണ്ടെങ്കിലും 100 പേരുണ്ടെങ്കിലും ഓരോരുത്തർക്കും വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള
ജോബ് റെസ്പോൺസിബിലിറ്റീസും റോൾസും ഡിഫൈൻ ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ട്രെയിൻ ചെയ്ത് എക്സ്പെക്റ്റഡ് റിസൾട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അവിടെയാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീം ഉണ്ടാകുന്നത്. പലയിടത്തും ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യെസ് വി ഹാവ് JD. എന്താണ് JD? അപ്പോൾ ഇന്റർവ്യൂ ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അയാളുടെ പേര് മാർക്കറ്റിംഗ് മാനേജർ, പർച്ചേസ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ കുറേ എന്തൊക്കെയോ ഗൂഗിളിൽ നിന്നൊക്കെ എടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം അവന് വായിക്കാൻ കൊടുക്കും. അവൻ എന്താണെന്ന് മനസ്സിലാവില്ല, ഈ കൊടുക്കുന്ന ആൾക്കും ഇതെന്താണെന്ന് മനസ്സിലാവില്ല. ഇതിൻ്റെ പേരല്ല ജോബ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ JD എന്ന് പറഞ്ഞ്. നിങ്ങളുടെ പ്രോസസ്സിൽ, നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു പൊസിഷനിലുള്ള ആൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അയാൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അയാൾ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഓർഗനൈസേഷന്റെ വിഷനും മിഷനും ഫുൾഫിൽഡ് ആകും, അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങളുടെ ഓർഗനൈസേഷനിലും അയാളുടെ പൊസിഷനും നിങ്ങളുടെ വിഷനിലേക്കും മിഷനിലേക്കും KPIയിലേക്കും KRAയിലേക്കും ടാർഗറ്റിലേക്കും സെറ്റ് ആകുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി. അങ്ങനെ ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം, അത് കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. അത് ഒരു ഹൈ പെർഫോമിംഗ് ടീമിൽ ഉണ്ടായിരിക്കും, അല്ലാതെ ഒന്നും ഇല്ലാത്തതല്ല ഒരു ഹൈ പെർഫോമിംഗ് ടീം. ആൻഡ് നമ്പർ 4, ദേ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ ചാനൽ. ആർക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ജോബ് റെസ്പോൺസിബിലിറ്റി ആകാം, മിഷൻ കമ്മ്യൂണിക്കേഷൻ ആകാം, വിഷൻ കമ്മ്യൂണിക്കേഷൻ ആകാം, ഡെയിലി ടാസ്കുകളാകാം, ഓപ്പറേഷണൽ ആയിട്ടുള്ള പ്രോസസ് റിലേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ആകാം. പക്ഷെ ഇതിനെല്ലാം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെ അക്നോളജ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കമ്മ്യൂണിക്കേഷൻ അയാൾക്ക് കിട്ടി, അയാൾ വായിച്ചു, അയാൾ മനസ്സിലാക്കി, റിസീവ് ചെയ്തു, അത് ബീങ് കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ളതിനെ എങ്ങനെ നിങ്ങൾ അക്നോളജ് ചെയ്യും, അതിൻ്റെ സിസ്റ്റം എന്താണ്, അത് എങ്ങനെ മാന്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, റെസ്പെക്റ്റോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓരോ ഇൻഡിവിജ്വലിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഏതൊക്കെ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതിന് കൃത്യമായിട്ടും ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഡിഫൈൻ ചെയ്തിരിക്കണം. അതിന് പറ്റുന്ന ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ കൾച്ചർ സെറ്റ് ചെയ്തിരിക്കണം. ആ റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള മാന്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഡിഫൈൻ ചെയ്ത് അതിലേക്ക് ട്രെയിൻ ചെയ്ത് അതൊരു കൾച്ചറാക്കി സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാം. ഒരാളോട് സംസാരിക്കണമെങ്കിൽ, ഒരാൾക്ക് മെയിൽ അയക്കണമെങ്കിൽ, ഒരാളോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ, ഒരാളുടെ അടുത്തേക്ക് ഒരു കാര്യം ചോദിച്ച് ചെല്ലണമെങ്കിൽ അതിൻ്റെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്താണ്, അത് എങ്ങനെയായിരിക്കണം, ഒരു JDയിൽ വരുന്ന മാറ്റം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, പോളിസിയിൽ വരുന്ന മാറ്റം ഏത് രീതിയിലാണ് അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാവരും അറിയിക്കേണ്ടത് ഏത് രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുക, ഇതെല്ലാം ക്ലിയർ ആയിരിക്കണം, ഡിഫൈൻഡ് ആയിരിക്കണം. അത് കൾച്ചറായിട്ടും ഹാബിറ്റായിട്ടും മാറും. പല സ്ഥാപനങ്ങളുടെയും പല പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെന്റ് ലെവലിൽ എടുക്കുന്ന ഡിസിഷൻ പോലും മിഡിൽ ലെവൽ മാനേജേഴ്സിന് പോലും അറിയില്ല, പോളിസി സെഗ്മെന്റിൽ അറിയുന്നില്ല, കസ്റ്റമറുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോലും കസ്റ്റമർ സർവീസിലേക്ക് പോലും സമയാസമയങ്ങളിൽ എത്തുന്നില്ല. കാരണം എന്താ, ക്ലിയർ ആയിട്ടുള്ള റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ ഡിഫൈൻ ചെയ്യുന്നുമില്ല. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ത് ചെയ്തിട്ടില്ല, പ്രാക്ടീസ് ആയ ഒരു കൾച്ചറായി സെറ്റ് ചെയ്തിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോഴാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീം ആകുന്നത്. ആൻഡ് 5, ദേ മാനേജ് വർക്ക് ഡെഡ്ലൈൻ ബേസ്ഡ് ഓൺ പ്രയോറിറ്റീസ്. ഡെഡ്ലൈൻ പലയിടത്തും ഉണ്ടാവും. എൻ്റെ സ്ഥാപനത്തിൽ, നിങ്ങളുടെ സ്ഥാപനത്തിലും എല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് തീർക്കേണ്ടത് 3 മണിക്ക് മുമ്പ് തീർക്കേണ്ടത്. എന്നാൽ അതല്ല, പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഹൈ പെർഫോമിംഗ് ടീമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകമാണ്. 5 മണിക്ക് മുമ്പ് എന്തെങ്കിലും കാര്യം തീർക്കുക എന്നതിനും അപ്പുറത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്ന, റവന്യൂ മേക്കിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന, എക്സ്പാൻഷന് സപ്പോർട്ട് ചെയ്യുന്ന, വിഷനും മിഷനും അച്ചീവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്ന ഹൈ വാല്യൂ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനും, നോൺ വാല്യൂ അല്ലെങ്കിൽ അത്ര വാല്യൂബിൾ അല്ലാത്ത കാര്യങ്ങൾ, നോൺ വാല്യൂ ഐറ്റംസിനെ സെക്കൻഡറി പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മാറ്റി നിർത്തി പ്രയോറിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്ത് അവിടേക്ക് അതിനെ കൊണ്ടുവരാനുള്ള ഒരു കാപ്പബിലിറ്റിയും കൾച്ചർ സെറ്റിങ്ങും ഉണ്ടായിരിക്കണം. അതൊരു ഓർഗനൈസേഷൻ, ഹൈ പെർഫോമിംഗ് ഓർഗനൈസേഷന്റെ പ്രധാനപ്പെട്ട ഘടകമാണ്. പല സ്ഥാപനങ്ങളും 8 മുതൽ 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നു. പക്ഷേ 12 മണിക്കൂർ വർക്ക് ചെയ്യുക എന്നതല്ല ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ എൻഗേജ് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ വാല്യൂ ആണ്. ഫോർ എക്സാമ്പിൾ, പലപ്പോഴും ഞാൻ പല സ്ഥാപനങ്ങളിലും പോകുന്ന സമയത്ത് നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്, നല്ല രാവും പകലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഇവരുടെ വാല്യൂ ഓഫ് കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് എൻഗേജ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ചെറിയ 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 കാര്യങ്ങളിൽ ഒരു മെഷീനറി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന, ഒരു ഫോക്ക് ലിഫ്റ്റ് വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളിൽ 8-10 ആളുകളെ എൻഗേജ് ചെയ്ത് പ്രയോറിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ സമയം സ്പെൻഡ് ചെയ്യലാണോ ഉചിതം? സോ
നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ടീം എൻഗേജ് ചെയ്യുന്നുവെങ്കിൽ അത് റവന്യൂ മേക്കിംഗ് അല്ലെങ്കിൽ ഹൈ വാല്യൂ പ്രപ്പോസിഷൻ തരുന്ന പ്രയോറിറ്റി ഉള്ള കാര്യങ്ങളിലായിരിക്കണം നിങ്ങളുടെ ടീമിന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അലോക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 10 ഒരു കാര്യം ചെയ്തു തുടങ്ങി, അവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഹൈ വാല്യൂ ഉള്ള പ്രയോറിറ്റി ഉള്ള സാധനം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് മാറിയിട്ട് ഇതിനെ സെക്കൻഡറി ആയിട്ട് ചെയ്യാൻ പറ്റണം. കാരണം ഓർഗനൈസേഷൻ 8 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 8 മണിക്കൂർ അവിടെ സമയം സ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല പ്രധാനം. 8 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത റിസൾട്ടാണ്, വാല്യൂ ആണ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആക്കുന്നത്. ആൻഡ് ദേ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്ട് ഈച്ച് അതർ. 6ാമത്തതാണ് ഒരു ഹൈ പെർഫോമിംഗ് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദേ റെസ്പെക്ട് ആൻഡ് ട്രസ്റ്റ് ഈച്ച് അതർ. പരസ്പരം വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അവർ റിസ്ക് എടുക്കാൻ സപ്പോർട്ട് ചെയ്യും, അവരുടെ ഐഡിയ ഷെയർ ചെയ്യും, ഇന്നോവേഷന് വേണ്ടിയിട്ട് അവർ കൂടെ നിൽക്കും. അതുപോലെ തന്നെ അവർ ഒരു ഫുൾ നമ്മുടെ വർക്കാണ് ഇത്, നമ്മളാണ് ചെയ്യുന്നത്, നമ്മളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ, നമ്മളാണ് ഇതിൻ്റെ റെസ്പോൺസിബിൾ ആളുകൾ, നമ്മളുടെ വർക്കാണ് എന്നുള്ള ഫീലോടുകൂടി പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് പരസ്പരം ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് മ്യൂച്വലി റെസ്പെക്ട് ബിൽഡ് ചെയ്തിട്ട് ഒരു ഹൈ പെർഫോമിംഗ് ടീം എപ്പോഴും വർക്ക് ചെയ്യും. ഞാൻ എൻ്റെ ലക്ഷ്യം, എൻ്റെ ബെനിഫിറ്റ് എന്നതിനും അപ്പുറത്ത് നമ്മുടെ ബെനിഫിറ്റ്, നമ്മൾ എന്ന് പറയുന്ന ആ ട്രസ്റ്റും റെസ്പെക്റ്റും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ആ ഒരു കൾച്ചർ സെറ്റ് ചെയ്തിരിക്കണം. പരസ്പരം ഓരോ ഇൻഡിവിജ്വൽ തുരുത്തുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാക്കി അതിലൂടെ ബിൽഡ് ചെയ്തെടുക്കുക. ആൻഡ് ദേ സെലിബ്രേറ്റ് സക്സസ്. 7ാമത്തതാണ് ദേ സെലിബ്രേറ്റ് സക്സസ് ടുഗെദർ ആൻഡ് റെക്കഗ്നൈസ് കോൺട്രിബ്യൂഷൻ. ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ഒരു മിഷൻ അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, തീർച്ചയായിട്ടും അതിൽ ഒരു സക്സസ് എൻജോയ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സക്സസ് സെലിബ്രേറ്റ് ചെയ്യുക, സക്സസ് എൻജോയ് ചെയ്യുക, സക്സസിനെ ആസ്വദിക്കാൻ പറ്റുക, അതൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്ന സക്സസ് അത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളുമായിട്ട് ചേർന്ന് ആഘോഷിച്ചിരിക്കണം. ആഘോഷിക്കാൻ പറ്റണം, ആഘോഷിക്കാൻ അവസരം കൊടുക്കണം. ഓരോ വിജയങ്ങളും ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. മാത്രമല്ല അതിനകത്ത് ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. ചെറിയ ആളോ വലിയ ആളോ, അതിന് പ്രൊജക്ട് ഹെഡോ പ്രൊജക്ട് മാനേജറോ മാത്രമൊന്നും ആയിരിക്കില്ല. അതിനകത്ത് ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ്. ആ പ്രൊജക്റ്റിൽ പാർട്ടായ, ആ വർക്കിൽ പാർട്ടായ, ആ ജോബിൽ പാർട്ടായ ഓരോരുത്തരെയും റെസ്പെക്ട് ചെയ്ത് അംഗീകരിച്ച് അവർക്ക് വേണ്ട പ്രൊമോഷൻസും സപ്പോർട്ടും കൊടുത്ത് അവരുടെ പെർഫോമൻസിനെ വാല്യൂ ചെയ്യുക. അതൊരു ഓർഗനൈസേഷൻ്റെ ഒരു ഹൈ പെർഫോമിംഗ് ടീമിൻ്റെ ഭാഗമാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ എന്തിനാണ് കമ്മിറ്റ്മെന്റ് കാണിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും. മാത്രമല്ല നിങ്ങൾ വലുതായിട്ടോ ഞാൻ ചെറുതായിട്ടോ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെതിനും നിങ്ങൾക്ക് നിങ്ങളുടേതിനുമുള്ള റെക്കഗ്നീഷൻ കിട്ടുമെങ്കിൽ ഓരോ ടീം മെമ്പർക്കും ഒരു ഹൈ വാല്യൂ പെർഫോമൻസ് ആറ്റിറ്റ്യൂഡ് രൂപപ്പെടും. ദാറ്റ് ഈസ് ദ നമ്പർ 1 തിങ് of high value performing team. Celebrate the success and recognize the contribution. And the final one, the 8th characteristics of high performing team, they practice continuous learning. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹൈ പെർഫോമിംഗ് ടീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ നിരന്തരമായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും. പുസ്തക വായനയിലൂടെയും ട്രെയിനിങ്ങിലൂടെയും കാപ്പബിലിറ്റി എക്സ്പാൻഷനിലൂടെയും അവരുടെ കോമ്പറ്റൻസി എക്സ്പാൻഷനിലൂടെയും അവർ നിരന്തരമായിട്ട് അവരെ തന്നെ ബിൽഡ് ചെയ്ത് ഒരു സൂപ്പർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൺട്രപ്രണർ ഒരു കീഴിൽ ഒരു വലിയൊരു പെർഫോമിംഗ് ടീമായിട്ട് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തർക്കും ഒരു ലേണിംഗ് ആയിട്ടുള്ള ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം, KPI സെറ്റ് ചെയ്യണം, സ്കിൽ സെറ്റിനുള്ള KPI സെറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ കൂടുതൽ കോമ്പറ്റൻസി ഉള്ള, കൂടുതൽ കാപ്പബിലിറ്റി ഉള്ള, കൂടുതൽ കഴിവുള്ള, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, കൂടുതൽ റിസ്ക് എടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള, കൂടുതൽ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളായിട്ട് മാറണമെങ്കിൽ, വളരണമെങ്കിൽ അവർക്കൊരു ലേണിംഗ് കൾച്ചർ ഉണ്ടായിരിക്കണം, ഡെവലപ്മെന്റ് കൾച്ചർ ഉണ്ടായിരിക്കണം. അതും ഒരു ഹൈ പെർഫോമിംഗ് ടീമിന്റെ വലിയ ക്വാളിറ്റി. ഇത്തരത്തിലുള്ള ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ ബെഞ്ചാലി അക്കാഡമിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഓൺട്രപ്രണോറിയൽ മെന്ററിംഗ് പ്രോഗ്രാമുകൾ, കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾ, നിങ്ങളുടെ ബിസിനസിന്റെ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബിസിനസ് മെന്ററിംഗ് പ്രോഗ്രാമുകൾ അടങ്ങി ധാരാളം ബിസിനസിന്റെ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കാണുന്നതിന് ആവശ്യമായിട്ടുള്ള വ്യത്യസ്തമായ കോഴ്സുകൾ, സ്റ്റാർട്ടപ്പ് കോഴ്സുകൾ അടക്കമുണ്ട്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ദിസ് ഇസ് മീ, കസാക് ബെൻജാലി.